നെയ്മർ ജൂനിയറെ കുറിച്ചിട്ട് ഇപ്പോൾ രണ്ട് അപ്ഡേഷനുകളാണ് റീസെൻ്റ്ലി ഉള്ളത്. ഒന്ന് കുറച്ച് മോശം അപ്ഡേഷനാണ്. മോശം എന്ന് പറയാനില്ല എങ്കിലും നമ്മളൊക്കെ പ്രതീക്ഷിച്ച് നിന്നിരുന്ന ഒരു സാഹചര്യം അത് ഇല്ലാതെയാകുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അദ്ദേഹം ഒരു കാര്യം ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം വെളിപ്പെടുത്തിയതാണ്. അതായത് ബാഴ്സലോണയിലെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ആഴ്ചയിൽ ബാഴ്സയിൽ നിന്ന് PSG മടങ്ങുന്നതിൻ്റെ അവസാന ആഴ്ചയിൽ ലയണൽ മെസ്സി അദ്ദേഹത്തോട് സംസാരിച്ച കാര്യം അപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബാഴ്സലോണയിലെ തൻ്റെ അവസാന ആഴ്ചയിൽ മെസ്സി അദ്ദേഹത്തോട് ചോദിച്ചത്, നീ എന്തിനാണ് ടീം വിട്ടു പോകുന്നത്? ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. ലയണൽ മെസ്സി നെയ്മർ ജൂനിയറോട് ബാഴ്സലോണയിലെ തൻ്റെ അവസാന ആഴ്ചകളിൽ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അതിപ്പോൾ നെയ്മർ ജൂനിയർ തന്നെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാകാൻ നെയ്മർ ജൂനിയർക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത് നെയ്മറിനോട് ലയണൽ മെസ്സി ചോദിച്ചു എന്നാണ് നെയ്മർ പറഞ്ഞത്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച കളിക്കാരനാവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ലയണൽ മെസ്സി നെയ്മറെ സഹായിക്കും എന്ന് ലയണൽ മെസ്സി പറഞ്ഞതായിട്ടാണ് നെയ്മർ ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞത്. ഏതായാലും PSG പോകുന്നതിന് മുന്നേ പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു നെയ്മർ ജൂനിയറുടെ ഭാഗത്ത് നിന്ന്. അതായത് ലയണൽ മെസ്സി കൂടെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിലെ താരങ്ങൾ കൂടെ കളിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടൊക്കെയാണ് നെയ്മർ ജൂനിയർ PSG പോയത്. അല്ലെങ്കിൽ പണത്തിൻ്റെ ഹുങ്ക് കണ്ടിട്ടാണ്, PSG ഓഫർ ചെയ്ത അത്രയും മികച്ച വാല്യൂ കണ്ടിട്ടാണ് നെയ്മർ ജൂനിയർ പാരീസിലേക്ക് വണ്ടി കയറിയത് എന്നുള്ള ന്യൂസുകളൊക്കെ അന്ന് ഭയങ്കര സ്പ്രെഡായിരുന്നു. നെയ്മറിൻ്റെ ട്രാൻസ്ഫറിന് ഭയങ്കര ന്യൂസായിട്ടന്ന് അപ്ഡേറ്റ് ആയിരുന്നു. കാരണം ഏറ്റവും മികച്ച ട്രാൻസ്ഫർ ആയിരുന്നു നെയ്മർ ജൂനിയറുടെ ബാഴ്സയിൽ നിന്നുള്ള PSG ചേക്കേറൽ അല്ലേ. ഇപ്പോൾ ഏതായാലും നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടാണ് ലയണൽ മെസ്സി അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു ബാഴ്സയിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ എന്ന് മെസ്സി സംസാരിച്ചു. കാരണം രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. കൂടെ സുവാരസുമുണ്ട്. MSN ത്രയം നമ്മളെ അത്ഭുതപ്പെടുത്തിയതാണ്. ഒരുപാട് മത്സരങ്ങളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ കൂട്ടുകെട്ടായിരുന്നു MSN. നെയ്മറുടെ ഏറ്റവും മികച്ച സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടി ഉണ്ടാവുള്ളൂ, ലയണൽ മെസ്സി. രണ്ടാളും മികച്ച സുഹൃത്തുക്കളാണ്. ഇപ്പോഴും നെയ്മർ ജൂനിയർ തന്നെ പറഞ്ഞു, ഇപ്പോഴും അവർ തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാളും ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട് എന്ന് നെയ്മർ പറഞ്ഞു. മറ്റൊരു അപ്ഡേഷനാണ് അൽ ഹിലാലിൽ നെയ്മർ ജൂനിയർ ഇനി എത്ര ദിവസം ഉണ്ടാകും എന്നുള്ളത് അറിയില്ല എന്നുള്ളത്. കാരണം സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ളത് ഇപ്പോൾ അപ്ഡേഷൻ വന്നു. സൗദി പ്രോ ലീഗിൽ ഇനി അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല, അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ള അപ്ഡേഷൻ വന്നു. അതുപോലെ തന്നെ AFC ചാമ്പ്യൻസ് ലീഗിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇനി ഇറങ്ങാനാകുക. ഫെബ്രുവരിയിലാണ് ആ ഒരു മത്സരം ഇനി വരുന്നത്. ഓൾറെഡി USA നിന്ന് 2-3 ക്ലബ്ബുകളുടെ ഓഫർ നെയ്മർ ജൂനിയർക്ക് വന്നിട്ടുണ്ട് എന്നുള്ള അപ്ഡേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഈ ഒരു വാർത്തയും വന്നത്. നെയ്മർ ജൂനിയറെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യില്ല, അദ്ദേഹം AFC ചാമ്പ്യൻസ് ലീഗിൽ മാത്രമേ കളിക്കുകയുള്ളൂ എന്നുള്ള അപ്ഡേഷൻ വന്നത്. അപ്പോൾ ഏറെക്കുറെ ഉറപ്പായി അദ്ദേഹം ക്ലബ്ബ് വിടും എന്നുള്ള കാര്യം. ഇനി അങ്ങോട്ടാണ് പോക്ക് എന്നുള്ളത് ഇങ്ങനെ തീരുമാനമായി ആയാൽ മതി. ഏതായാലും അമേരിക്കയിൽ നിന്നാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഓഫർ വന്നിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. 2-3 ക്ലബ്ബുകൾ അദ്ദേഹത്തെ സമീപിച്ചു, ചർച്ച ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നെയ്മർ ജൂനിയർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണയിലെ ലയണൽ മെസ്സിയുമായിട്ടുള്ള അല്ലെങ്കിൽ അവസാന സമയങ്ങളിൽ ലയണൽ മെസ്സി അദ്ദേഹത്തോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കണം ഇപ്പോൾ.